നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊടികയറി. കൊടിയേറ്റ ചടങ്ങുകൾക്ക് പ്രാരംഭം കുറിച്ച് ആചാര്യവരണം നടന്നു. കൊടിയേറ്റത്തിന് ആവശ്യമായ കൂറയും പവിത്രവും നൽകുന്ന ചടങ്ങാണിത്. ഉത്സവം നടത്തുവാൻ അർഹനായ ഗുരുവിനെ വസ്ത്രവും ദക്ഷിണയും നൽകി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യകാലത്ത് ക്ഷേത്രനാഥനായിരുന്ന തച്ചുടയ കൈമൾക്കായിരുന്നു കൂറയും പവിത്രവും നൽകാനുള്ള അവകാശം. കൈമൾ ഭരണം ഇല്ലാതായതോടെ കുളമൺ മൂസ് കുടുംബക്കാർക്കായി ചടങ്ങിനുള്ള അവകാശം. ഇക്കുറി കുളമണ്ണില്ലത്ത് രാമചന്ദ്രൻ മൂസാണ് കൂറയും പവിത്രവും കൈമാറിയത്. നഗരമണ്ണ്, തരണനല്ലൂർ, അണിമംഗലം എന്നീ തന്ത്രിഭവനങ്ങളിലെ ഓരോ അംഗങ്ങൾക്കാണ് കൂറയും പവിത്രവും നൽകുക. ആചാര്യവരണത്തിനു ശേഷം കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായി. പുണ്യാഹം ചെയ്ത് ശുദ്ധീകരിച്ച ദർഭ കൊണ്ടുള്ള കൂർച്ചം, പുതിയ കൊടിക്കൂറ, മണി, മാല എന്നിവയിലേക്ക് വാഹനത്തെയും മറ്റും ആവാഹിച്ച് പൂജിച്ച് പാണികൊട്ടി കൊടിക്കൂറയും മറ്റും എടുത്ത് പുറത്തേക്ക് വന്ന് കൊടിമരം പ്രദക്ഷിണം ചെയ്ത് പുണ്യാഹം തളിച്ച് ശുദ്ധീകരിച്ച് കൊടിമരത്തിൽ പൂജ പൂർത്തിയാക്കി കൊടിയേറ്റി. ചടങ്ങുകൾക്ക് തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരി മകൻ ഋഷികേശ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി പുത്തില്ലത്ത് ആനന്ദൻ നമ്പൂതിരി, മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി, അഖിൽ നമ്പൂതിരി, നിഖിൽ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ബുധനാഴ്ച കൊടിപ്പുറത്ത് വിളക്ക്.
ശ്രീകോവിലിൽ നിന്നും ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന കൊടിപ്പുറത്ത് വിളക്ക് ബുധനാഴ്ച ആഘോഷിക്കും. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ മണ്ഡപ നമസ്കാരം ചെയ്ത് ശുദ്ധീകരിച്ച് സ്ഥലത്ത് പത്മമിട്ട് ബ്രഹ്മകലശ പൂജ, പരികലശ പൂജകൾ, കുംഭേശ കർക്കരി പൂജ, അധിവാസ ഹോമം എന്നിവ നടക്കും. വൈകിട്ട് വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവനെ ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് എഴുന്നള്ളിച്ച് മാതൃക്കൽ ദർശനത്തിനായി ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് സപ്തമാതൃക്കൾക്കരികെ ഇരുത്തും. ഈ സമയത്ത് ഭക്തജനങ്ങൾക്ക് ഭഗവാനെ വണങ്ങാൻ അവസരം ലഭിക്കും. തുടർന്ന് ഭഗവത് തിടമ്പ് കോലത്തിൽ ഉറപ്പിച്ച് പുറത്തേക്ക് വന്ന് സ്വന്തം ആനയായ മേഘാർജുനന്റെ പുറത്തേറ്റി എഴുന്നള്ളിക്കും. രണ്ടാനകളുടെ അകമ്പടിയോടെ 4 പ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേ നടപ്പുരയിലെത്തുന്നതോടെ ആദ്യ വിളക്ക് എഴുന്നള്ളിപ്പിന് തുടക്കമാവും. കേരളോൽപത്തിയോളം തന്നെ പഴക്കമുള്ള ചരിത്ര ഭൂമികയും സംസ്കൃതിയും അഭിമാനപൂർവ്വം അവകാശപ്പെടാവുന്ന ഒരു പ്രദേശമാണ് ഇരിങ്ങാലക്കുട. തെക്കും വടക്കും രഥങ്ങൾക്കോ കെട്ടുകാഴ്ചകൾക്കോ ആണ് പ്രാധാന്യമെങ്കിൽ മധ്യ കേരളത്തിലാകട്ടെ സർവാലങ്കാര ഭൂഷിതരായി നിൽക്കുന്ന ഗജവീരന്മാർക്കും ഗംഭീരങ്ങളായ മേളങ്ങൾക്കുമാണ് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ തെക്കോട്ടിറക്കവും തൃപ്രയാർ തേവരുടെ കൈതവളപ്പിലേക്ക് എഴുന്നള്ളിത്തും കൂടൽമാണിക്യ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിച്ചുള്ള ശീവേലിയും നൽകുന്ന അനുഭൂതി മറ്റെവിടെയും ലഭിക്കില്ലെന്ന് ആസ്വാദക വൃന്ദം. കൊടികയറ്റത്തിനാൾ നിശബ്ദ ഗാംഭീര്യത്തോടെ തുടങ്ങി കൊടിപ്പുറത്ത് വിളക്കിന് അല്പം കൂടി കനം കൂടി പിന്നെ പിന്നെ വർദ്ധിത വർണ്ണാഭയോടെ വളർന്ന് വലിയ വിളക്കിൽ മൂർധന്യത്തിലെത്തി പള്ളിവേട്ട, ആറാട്ട് എന്നിങ്ങനെ സാവധാനം വീണ്ടും മൗനത്തിലേക്ക് താഴുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ആകെയുള്ള നാടകീയ സ്വഭാവം ശ്രദ്ധേയമാണ്. രാവിലത്തെ അനാർഭാടമായ 4 പ്രദക്ഷിണത്തിനു ശേഷം പഞ്ചാരിമേളത്തിന്റെ പതികാലത്തിന്റെ ആദ്യ സ്പന്ദനം പൊട്ടിത്തെറിക്കുന്നതോടെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നാദപ്രപഞ്ചത്തിന് നാന്ദി കുറിക്കുകയായി. മേളങ്ങളുടെ രാജാവായ പഞ്ചാരിമേളം 5 കാലങ്ങളിലായാണ് കൊട്ടുന്നത്. സാധാരണ നിലയ്ക്ക് നല്ല പഞ്ചാരി 4 മണിക്കൂർ നീണ്ടു നിൽക്കും. ഇതിൽ പകുതിയോളം സമയം ആദ്യത്തെ കാലം അല്ലെങ്കിൽ പതികാലത്തിനായി നീക്കിവെക്കും. സംഗീതാത്മകമായ ഈ പതികാലമത്രേ പഞ്ചാരിമേളത്തിന്റെ കാതൽ. പിന്നീടുള്ള 4 കാലങ്ങൾക്കും തുല്യ സമയമാണ് വിധിച്ചിട്ടുള്ളതെങ്കിലും ജനാഭിലാഷം മാനിച്ച് 5ാം കാലം പലപ്പോഴും 50 മിനിറ്റ് വരെ കൊട്ടാറുണ്ട്. പതികാലവും 5ാം കാലവും നന്നായാൽ മേളം നന്നായെന്നാണ് വയ്പ്. അക്ഷരകാലങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളിലൂടെയാണ് മേളത്തിലെ കാലങ്ങൾ നിർണയം ചെയ്തിട്ടുള്ളത്. പതികാലത്തിന് ഒരു താളവട്ടം 96 അക്ഷരകാലമാണെങ്കിൽ 2ാം കാലത്തിന് 48 ആണ്. അപ്രകാരം നേർപകുതി കുറഞ്ഞു വന്ന് 5ാം കാലത്തിൽ 6 അക്ഷരകാലമായി തീരുന്നു. കൊടിപ്പുറത്തെ വിളക്കടക്കം 10 വിളക്കും 8 ശീവേലിയും നടക്കുന്ന ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിലെ എഴുന്നള്ളത്തിനും ചില പ്രത്യേകതകളുണ്ട്. 17 ആനകളാണ് ഇവിടെ എഴുന്നള്ളിപ്പിന് അണിനിരക്കുക. ഒറ്റയാനായുള്ള എഴുന്നള്ളിപ്പ് ഇവിടെ പതിവില്ല. പ്രദക്ഷിണത്തിന് 2 കൂട്ടാനകൾ നിർബന്ധമായും അകമ്പടി വേണം. പ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേ നടപ്പുരയിലെ കൂട്ടിയെഴുന്നള്ളിപ്പിന് 2 കുട്ടിയാനകൾ അഥവാ ഉള്ളാനകൾ കയറ്റി എഴുന്നള്ളിക്കുന്ന ഗജവീരന്റെ ഇരുവശങ്ങളിലും നിലയുറപ്പിക്കുന്നതോടെ മറ്റ് 2 ആനകൾ പിൻവാങ്ങും. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ വാഗ്വാദം. രാവിലെ 7 മണിയോടെ ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സുകൾ തടയാൻ ശ്രമിച്ചതാണ് വാഗ്വാദത്തിനിടയാക്കിയത്. സർവീസ് തടസ്സപ്പെടുത്തുവാൻ അനുവദിക്കില്ലെന്ന് പോലീസ് നിലപാടെടുത്തതോടെ ഹർത്താൽ അനുകൂലികൾ ബസ് സ്റ്റാൻഡിനകത്ത് പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി രംഗത്തെത്തി. തങ്ങൾ ബസ് സർവീസ് തടയുന്നില്ലെന്നും സഹകരിക്കണമെന്ന അഭ്യർത്ഥന നടത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഹർത്താൽ അനുകൂലികൾ വാദിച്ചെങ്കിലും പോലീസ് ബസ് സ്റ്റാൻഡിനകത്തെ പ്രതിഷേധം അനുവദിക്കില്ലെന്ന നിലപാടെടുത്തു. ഇതോടെ പ്രവർത്തകർ പള്ളിവേട്ട ആൽത്തറ വരെ പ്രകടനം നടത്തിയ ശേഷം സ്വയം പിരിഞ്ഞു പോവുകയായിരുന്നു. പ്രതിഷേധക്കാർ പിൻവാങ്ങിയതോടെ നിർത്തിവെച്ചിരുന്ന സർവീസുകൾ പുനരാരംഭിച്ചു.
പ്രകാരം നമ്മൾ സഹകരിച്ചല്ലോ, അല്ലെങ്കിൽ ചെയ്യുന്ന ഞങ്ങൾ വണ്ടി തുറന്നിട്ടില്ല. കോപനമില്ല. നടന്നുള്ള സാറ് ചെറിയ നടക്കാൻ സാറ് തള്ളണ്ട. ആ കുട്ടികൾക്കായാലും ഇതൊക്കെ സംഭവിക്കാനുള്ളൊരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നുണ്ട്. നമ്മളെത്രയൊക്കെ നവോത്ഥാനങ്ങളും അല്ലെങ്കിൽ നമ്മളെത്രയൊക്കെ ഉയർന്ന ചിന്താഗതി ഉള്ളവരാണെന്ന് പറഞ്ഞാലും നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന ഒരു വ്യക്തിക്കായാലും സാമൂഹ്യപരമായിട്ടായാലും അവൻ്റെ ജാതീയപരമായിട്ടായാലും താഴ്ന്നു നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് ഒരു രീതിയിലുള്ളൊരു പരിഗണന പോലും നൽകാത്ത ഒരു ഭരണ സംവിധാനമാണ് ഇന്നിവിടെ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സമാധാനപരമായിട്ട് സമരം ചെയ്തു പോകുന്ന ഒരു സംഘടന ആണ് ഞങ്ങൾ. ആരും ഞങ്ങൾ എന്താ പറയുക, ഒരു നിർബന്ധിതമായിട്ട് ആ സമരത്തിലേക്ക് തള്ളിവിടുന്നില്ല. നമ്മളെല്ലാവരുടെ അടുത്തും ആവശ്യപ്പെടുകയാണ് ആ സമരമായിട്ട് നിങ്ങൾ സഹകരിക്കുക. പിറന്ന മണ്ണിൽ ജീവിക്കാൻ, പിറന്ന മണ്ണിൽ ജീവിക്കാൻ, മനുഷ്യനായി ജീവിക്കാൻ, മനുഷ്യനായി ജീവിക്കാൻ, മനുഷ്യനായി ജീവിക്കാൻ, മനുഷ്യനായി ജീവിക്കാൻ. അതിനാണ് ഈ സമരം, അതിനാണ് ഈ സമരം, അതിനാണ് ഈ സമരം, അതിനാണ് ഈ സമരം. KPM സിന്ദാബാദ്, KPM സിന്ദാബാദ്, കേരളം സിന്ദാബാദ്. ജാതി വിവേചനത്തെ ചെറുക്കാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം ശക്തിപ്പെടണമെന്ന് AISF സംസ്ഥാന സെക്രട്ടറി A. അധിൻ. AISF തൃശൂർ ജില്ലാതല പ്രാദേശിക മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AISF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം അർജുൻ മുരളീധരൻ, ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, CPI നേതാവ് K. ശ്രീകുമാർ, CPI ജില്ലാ നിർവാഹക സമിതി അംഗം P. മണി, AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ബഷീർ, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, AISF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശിവപ്രിയ, സാനിയ പ്രസാദ്, AISF മണ്ഡലം സെക്രട്ടറി PV വിഘ്നേഷ്, മണ്ഡലം പ്രസിഡന്റ് ജിബിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യയുടെ മറ്റ് 27 സംസ്ഥാനത്തും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് മനുഷ്യനെ വേർതിരിച്ചു നിർത്തുമ്പോൾ ആ മറ്റ് 27 സംസ്ഥാനങ്ങളോടും നമ്മൾ പറയും കേരള മോഡൽ നോക്കുക. ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഒരാളെ പോലും വേർതിരിച്ചു നിർത്താതെ സ്വന്തം സുഹൃത്തിൻ്റെ ജാതി ഏതാണോ മതമേതാ എന്ന് നോക്കാതെ സ്നേഹബന്ധത്തിന് ഊഷ്മളത പകരുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാനം കേരളത്തിന്. വിദ്യാർത്ഥികൾ വളർന്നു വരണമെങ്കിൽ സമർത്ഥരായ അധ്യാപകരും ഉണ്ടാകണം. അങ്ങനെ ഉള്ള അധ്യാപകരാണ് കേരളത്തിലെ ഒരു 95% എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് AISF. എന്നാൽ എല്ലാ നല്ല കൂട്ടത്തിലും ഒരു ചീത്തക്കൂട്ടം ഉണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ള കുറച്ച് അധ്യാപകർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളോട് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് വേർതിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഒറ്റപ്പെട്ട പല വിഷയങ്ങളും നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി. എന്നാൽ അവസാനം അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ പ്രിയപ്പെട്ട അനുജൻ നിതിൻ രാജ്, ഞാൻ ആ വിദ്യാർത്ഥികളുടെ വീട്ടിൽ പോയതാണ്. സത്യം പറഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർ കരഞ്ഞു പോകുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും അവസ്ഥ കണ്ടാൽ അവർ എന്നോട് പറഞ്ഞൊരു വാക്കത് ഹൃദയഭാരമായി എനിക്ക് ഇപ്പോഴും നിലനിൽക്കുകയാണ്. എൻ്റെ മകനെ തിരിച്ചു തരുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല, പക്ഷേ മറ്റൊരു നിതിൻ രാജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് ആ അച്ഛൻ കരഞ്ഞു പറയുമ്പോൾ അത് കേരളത്തിലെ ഓരോ അച്ഛന്മാരുടെയും നെഞ്ചിലെ വേദനയാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.